ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലത്തെ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ടോൺ പ്രിസെറ്റാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് എനിക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് അപ്പോൾ ബ്ലൂ ടോൺ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ബ്ലൂ ടോൺ കൊണ്ടുവരാമെന്നൊക്കെ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡൊന്നും ഇല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ചാനൽ 6K കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള പ്രിസെറ്റ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പം ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡ് മാറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാണിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് കാണണം. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. കുറച്ച് ആഡൊക്കെ വരുന്നൊരു വെബ്സൈറ്റിലാണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ആക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ്റൂം പ്രിസെറ്റ്, VN പ്രിസെറ്റ്, അതുപോലെ എഡിറ്റിംഗ് ട്രിക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്താൽ അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ആഡ്സൊക്കെ വരും. ആഡ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് താഴത്തൊക്കെ അല്ലെങ്കിൽ ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐ ആം നോട്ട് എ റോബോട്ട് എന്നൊരു ബട്ടൺ വന്നിട്ട് കാണാൻ കഴിയും. ഓക്കെ, എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ആ ടിക്ക് മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ടിക്ക് ചെയ്യേണ്ട ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ആഡ് വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് ഒന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലോഡിങ് ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്നോട് ചോദിച്ചാൽ ബൈസൈക്കിളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ സൈക്കിൾ ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ആ വെരിഫൈ എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഐ ആം നോട്ട് റോബോട്ട് ടിക്ക് മാർക്ക് വേണ്ട. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കിത് ഇവിടെ ക്ലിക്ക് ഹെയർ ടു കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് ആ ക്ലിക്ക് ഹെയർ ടു കണ്ടിന്യൂ എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് ഓപ്പൺ ആക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെയും കുറേ ആഡ് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഡായി കഴിഞ്ഞ ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇത് 6 സെക്കൻഡ് 5 സെക്കൻഡ് ടൈം പോകുന്നതാണ് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പ്ലീസ് വെയിറ്റ് എന്നൊരു ഓപ്ഷൻ, ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ട് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ബോൾഡായിട്ട് വന്നിട്ട് പച്ച കളറായിട്ട് വന്നിട്ട് ജസ്റ്റ് അവിടെ ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് ആഡിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾ ലോഡാകുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഡായി കഴിഞ്ഞ ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഓക്കെ, ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ വന്നിട്ട് കാണാൻ കഴിയും, ഗ്രീൻ ആൻഡ് ബ്ലൂ ടോൺ പ്രിസെറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവൂ. വേറെ എന്തെങ്കിലും നിങ്ങളോട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ മീഡിയ ഫയറിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാവധാനം നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ സ്റ്റെപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ മാത്രം ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് പോകാം. ഡീറ്റെയിൽസ് പോയാൽ നമ്മൾ പ്രിസെറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രിസെറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ആകുന്നത് കാണാൻ കഴിയും. ജസ്റ്റ് ഡൗൺലോഡ് ആകുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലൈറ്റ്റൂമിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ലൈറ്റ്റൂമിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിസെറ്റ് ലൈറ്റ്റൂമിലേക്ക് ലോഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഏറ്റവും ടോപ്പില്ല ട്രിപ്പിൾ ഡോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി സെറ്റിംഗ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് കോപ്പി സെറ്റിംഗ് കൊടുത്തിട്ട് ഈ പിക്കിൻ്റെ ടൂളൊക്കെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ ടിക്ക് മാർക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ടിക്ക് മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അടുത്ത് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ, അതായത് ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ജസ്റ്റ് എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പം ചെയ്ത പോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പേസ്റ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ആ പേസ്റ്റ് സെറ്റിംഗ് അടിച്ചാൽ ആ ഒരു പ്രിസെറ്റിൻ്റെ ഫിൽറ്റർ നമുക്ക് ഈ ഒരു ഫോട്ടോയിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫേസൊക്കെ കാണാൻ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു പ്രിസെറ്റാണ്. അപ്പോൾ നിങ്ങൾ DSLR പിക്കിലൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രിസെറ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.